നമസ്കാരം. ഏവർക്കും JK ടോക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ഓരോ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങൾ എന്ന സീരീസിലെ കാർത്തിക രോഹിണി നക്ഷത്രക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോയോ അതിന് മുൻപത്തെ വീഡിയോകളോ കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണുന്നതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ അതിന് തുടർച്ചയെന്ന വണ്ണം മകയിരം, തിരുവാതിര എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങളെ കുറിച്ചാണ് വിവരിക്കുന്നത്. ആദ്യമായി മകയിരം നക്ഷത്രം. മകയിരം നാളിൽ ജനിക്കുന്നവർ സത്യവാന്മാരും ബുദ്ധിശക്തി ഉള്ളവരും അതുപോലെ മനോചാഞ്ചല്യം ഉള്ളവരും നയചാതുര്യം ഉള്ളവരും ആയിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് കാര്യങ്ങളിൽ സ്ഥിരത ഇല്ലാത്തവരും ബാല്യത്തിൽ ശോകപീഡ അനുഭവിക്കുന്നവരും ആയിരിക്കും. ഇവർ പൊതുവെ ശരീര പുഷ്ടി ഉള്ളവരും സംഭാഷണ ചാതുര്യം ഉള്ളവരും ആയിരിക്കും. സ്വന്തം അഭിപ്രായം അനുസരിച്ച് ഇവർ എന്തും പ്രവർത്തിക്കുകയുള്ളൂ. മാതൃഭക്തരും ബന്ധുസ്നേഹം ഉള്ളവരും ഈശ്വരഭക്തരും ആയിരിക്കും മകയിരം നക്ഷത്രക്കാർ. കൂട്ടുകെട്ടുകളിലും കൂട്ടു ബിസിനസ്സുകളിലും നിന്ന് ഈ നക്ഷത്രക്കാർക്ക് നിരാശ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. വിശ്വസിച്ച് ചെയ്യുന്ന പല പദ്ധതികളിൽ നിന്നും ക്ലേശം അനുഭവിക്കാൻ ഇടയാകും. എന്നാലും വിശ്വാസലംഘനം പ്രവർത്തിക്കുന്നവരോട് പോലും അനുനയത്തിലെ ഇവർ പെരുമാറുകയുള്ളൂ. തന്നോട് തെറ്റു ചെയ്യുന്നവർക്ക് ഫലം ദൈവം കൊടുത്തുകൊള്ളും എന്ന വിശ്വാസക്കാരാണ് ഈ നക്ഷത്രക്കാർ. ഇവർക്ക് അമിത വ്യയം മൂലം ബാധ്യതകൾ വന്നുകൂടുന്നു. ആരെയും അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന കൂട്ടരല്ല ഈ നക്ഷത്രക്കാർ. സഹോദരന്മാരെ കൊണ്ട് പറയത്തക്ക ഗുണമൊന്നും ഇവർക്ക് ലഭിക്കുകയില്ല. ഈ നക്ഷത്രക്കാർ സൗമ്യമനസ്കരും ഉത്സാഹശീലരും കാമാതുരരും പ്രയത്നശീലരും ബന്ധുക്കൾക്ക് പ്രിയപ്പെട്ടവരും ആയിരിക്കും. ശുദ്ധമനസ്കരായ ഈ നക്ഷത്രക്കാർക്ക് മനസമാധാനം പൊതുവെ കുറവായിരിക്കും. സുഖാനുഭവങ്ങളിൽ അതീവ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഈ കൂട്ടർ ശൈശവ സ്മൃതികളെ അയവിറക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തും. പിതാവിൽ നിന്നുള്ള ഗുണം അത്ര കണ്ട് ലഭിക്കില്ല എങ്കിലും മാതാവിന്റെ സഹായങ്ങളും മറ്റും ഇവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ലഭിക്കും. ഔദ്യോഗിക രംഗങ്ങളിലും ചെറു ബിസിനസ്സുകളിലും ഇവർ ശോഭിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര കുറ്റമറ്റതായിരിക്കുകയില്ല. ഈ നക്ഷത്രക്കാരുടെ ഭാര്യമാർ പൊതുവെ ആരോഗ്യഹീനരായിരിക്കാൻ ഇടയുണ്ട്. ജീവിത പങ്കാളി ഇവരുടെ ആദർശങ്ങളോട് യോജിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. 33-നും 50-നും മധ്യയുള്ള കാലഘട്ടം ഇവർക്ക് പൊതുവെ ശോഭനമായിരിക്കും. നനച്ചിരിക്കാത്ത പല നേട്ടങ്ങളും സന്തോഷാനുഭവങ്ങളും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് അനുഭവവേദ്യമാകും. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാർ. പൊതുവെ ശാഠ്യപ്രകൃതിക്കാരായ ഈ നക്ഷത്രക്കാർ ഏവർക്കും നല്ല സുഹൃത്തുക്കളായിരിക്കും. പല വിഷയങ്ങളിലും ജ്ഞാനം സമ്പാദിക്കുന്ന ഇവർ ഏതു രംഗത്തും ശോഭിക്കും. അപാരമായ ഓർമ്മശക്തിയുള്ളവരായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരിൽ അധികവും. പ്രതികൂല പരിസ്ഥിതികളെ മാറ്റിയെടുക്കുവാനും സഭാമണ്ഡലങ്ങളിൽ ഏവരെയും സന്തോഷിപ്പിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നു. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാൻ ഇവർ സദാ സന്നദ്ധരായിരിക്കും. അവരുടെ വിജ്ഞാനത്തിന് അനുസൃതമായ നേട്ടങ്ങൾ എന്നാൽ ഇവർക്ക് കൈവരികയില്ല. എപ്പോഴും ഒന്നിലധികം കാര്യങ്ങളിൽ പ്രവർത്തിക്കുകയും എല്ലാ ചെയ്തികളിലും ഉദ്ദേശമുണ്ടായിരിക്കുകയും ചെയ്യും. ജന്മദേശത്തേക്കാൾ അന്യദേശത്ത് നിന്നുമായിരിക്കും ഇവർക്ക് അംഗീകാരവും ആദരവും പ്രശസ്തിയും ഒക്കെ ലഭിക്കുക. സ്വപ്രയത്നം ഒന്നുകൊണ്ട് മാത്രമേ ഇവർക്ക് ഉന്നതി കൈവരിക്കാനാകൂ. അന്യരെ സഹായിക്കുന്ന കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുമെങ്കിലും മറ്റുള്ളവരുടെ സഹായം ഇക്കൂട്ടർക്ക് ലഭിക്കുക പ്രയാസകരമായിരിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ വിലയിരുത്തുന്നതിനും നിരൂപണം നടത്തുന്നതിനുമുള്ള കഴിവ് അപാരമായിരിക്കും. പൊതുവെ ലൈംഗിക ആസക്തി കൂടുതലുള്ളവരായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ. കലകളിലും മറ്റു വാസനയും കഴിവും ഉണ്ടെങ്കിലും അശ്രദ്ധ ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും. അതുമൂലം പലപ്പോഴും ദുഃഖിക്കേണ്ടതായും വന്നേക്കും.
മാതാപിതാക്കൾക്ക് തിരുവാതിര നക്ഷത്രക്കാരെ കൊണ്ട് പറയത്തക്ക പ്രയോജനം ലഭിക്കുകയില്ല. ദാമ്പത്യ ജീവിതവും അത്ര മേന്മയേറിയതാവണമെന്നില്ല. അതുപോലെ തന്നെ വിവാഹവും സാധാരണയിലും വൈകി നടക്കാനാണ് സാധ്യത. ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിരഹം അനുഭവിക്കേണ്ടതായും വന്നേക്കാം. ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളെയും വൈഷമ്യങ്ങളെയും തരണം ചെയ്യേണ്ടി വരുമെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് ജീവിത നൗകയെ ഒരു കരയ്ക്കടുപ്പിക്കുവാൻ ഇവർക്ക് കഴിയുന്നു. 32 വയസ്സിനും 42 വയസ്സിനും ഇടയ്ക്കുള്ള ഇവരുടെ കാലം മികവേറിയതായിരിക്കും. ഇതോടുകൂടി ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള അധ്യായങ്ങളിൽ മറ്റ് നക്ഷത്രക്കാരെ കുറിച്ച് വിവരിക്കുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.